നമസ്കാരം. ഞാൻ അശ്മ രാമകൃഷ്ണൻ. ഗവൺമെൻറ് ITI തൂണേരിയിലെ ACD ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ്റെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന പാഠമാണ്. ഈ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റി, ആറ്റംസ്, സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, classification, type of electric current, electrical terms and units, laws of resistance എന്നിവയാണ്. നമ്മൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ആറ്റത്തിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. An atom is the smallest particle of an object. ആറ്റം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ്. ആറ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. An atom contains electrons, protons and neutrons. ഒരാറ്റത്തിന് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. The protons and neutrons are located in the nucleus. ഈ പറഞ്ഞ 3 ഘടകങ്ങളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ടാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവ്ഡ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ദെയർ ഓർബിറ്റ്. ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും അതിൻ്റേതായ ഒരു പ്രത്യേക പാത്തിലൂടെ ഈ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി കണങ്ങളുടെ ചാർജ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺസ് നോ ചാർജ്. അതായത് പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളവയും ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ഉള്ളവയും ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത കണങ്ങളുമാണ്. താഴെയുള്ള ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആ സെൻറ്ററിലുള്ള പോർഷനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും സ്ഥിതി ചെയ്യുന്നത്. ആ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ട് ഇലക്ട്രോൺസ് അതിൻ്റെ ഷെല്ലിലൂടെ അല്ലെങ്കിൽ ഓർബിറ്റിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറങ്ങുന്ന പ്രത്യേക പാത്ത്, അതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എനർജി. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണ്. ഇലക്ട്രിസിറ്റി ഈസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രിസിറ്റി ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. അതായത് ഇലക്ട്രോൺസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് ദി മോസ്റ്റ് യൂസ്ഫുൾ സോഴ്സ് ഓഫ് എനർജി which is not visible but the present can be felt by its effect. നമുക്കറിയാം, വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഉപയോഗം ഉള്ള ഒരു എനർജി ഫോമാണ്. അതിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ പ്രസൻസ് ഇലക്ട്രിസിറ്റിയുടെ ഓരോ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഇഫക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ ഇഫക്റ്റ്. ഹ്യൂമൻ ബോഡി ഈസ് എ ഗുഡ് കണ്ടക്ടർ. വെൻ ദി ബോഡി ടച്ചസ് ദി ബെയർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് ഫ്ലോസ് ത്രൂ ദി ഹ്യൂമൻ ബോഡി ടു ദി എർത്ത് ആൻഡ് ബോഡി ഗെറ്റ്സ് സിവിയർ ഷോക്ക്. അതായത് നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു നല്ല കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടക്ടർ എന്ന് പറയുന്നത് ചാലകങ്ങൾ. അതായത് എന്താ നമ്മൾ പറയാം, ഒരു ഇലക്ട്രിക് കറണ്ടിനെ നന്നായി കടത്തിവിടുന്ന, ഇലക്ട്രിക് കറണ്ടിനെ ഈസി ആയിട്ട് കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് തൊടാനിടയായാൽ, ടച്ച് ചെയ്യാനിടയായാൽ ആ കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്ത് എർത്തിലേക്ക് പോകുന്നു. അതിന് അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് ഷോക്ക് അടിക്കുന്നു. അതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മാഗ്നറ്റിക് ഇഫക്റ്റ്. വെൻ ദി ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ എ കോയിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. നമുക്കറിയാം, ഒരു കോയിലിലൂടെ കറണ്ട് കടന്നു പോകുകയാണെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഒരു കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ
അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാന്തിക മണ്ഡലം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവിടെ എന്താ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അതൊരു കാന്തമായിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് ഈ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് വെച്ചാണ് ഇലക്ട്രോ മാഗ്നറ്റ് മോട്ടോറും ജനറേറ്ററും ഇലക്ട്രിക് ബെല്ലൊക്കെ പ്രവർത്തിക്കുന്നത്. അടുത്തത് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ ഉറവിടങ്ങൾ. അതിന് ഫസ്റ്റ് വണ്ണ് നോക്കാം, ബാറ്ററി. ബാറ്ററി സ്റ്റോഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദി ഫോം ഓഫ് കെമിക്കൽ എനർജി. ബാറ്ററിയിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി സ്റ്റോർ ചെയ്യുന്നു. ബാറ്ററി ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് എക്സെട്ര. ബാറ്ററി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈൽസിലും ഇലക്ട്രോണിക്സിലുമാണ്. അതായത് ബാറ്ററിയിൽ നമ്മൾ കെമിക്കൽ എനർജി ആയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ആ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ബാറ്ററിയിൽ സംഭവിക്കുന്നത്. അടുത്തത് ജനറേറ്റർ. ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്ട് ദി മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. The working principle of generator is when a conductor rotates between a magnetic field using prime mover, an EMF will be induced. നമ്മൾ പറഞ്ഞു ബാറ്ററിയിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന്. എന്നാൽ ഒരു ജനറേറ്ററിൽ അവിടെ ഒരു മെക്കാനിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ നമുക്ക് കാണാം രണ്ട് മാഗ്നറ്റിക് പോൾസ്, NS എന്ന് പറയുന്ന രണ്ട് മാഗ്നറ്റിക് പോൾസ് കാണാം. അതിനിടയിൽ ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ആർമേച്ചറും കാണാം. ഈ ആർമേച്ചർ രണ്ട് സ്ലിപ്പിംഗ് റിങ്സുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ലിപ്പിംഗ് റിങ്സ് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫൈറ്റ് ബ്രഷിൽ നിന്നാണ് നമ്മൾ ആ സർക്യൂട്ടിന് പുറത്തേക്ക് ഇലക്ട്രിക് കറണ്ട് എടുക്കുന്നത്. ആ ഇലക്ട്രിക് കറണ്ട് നേരെ ഒരു ലാമ്പുമായിട്ട് ആ ഇലക്ട്രിക് കറണ്ട് ഗ്രാഫൈറ്റ് ബ്രഷ് ആ ഒരു ലാമ്പുമായിട്ട് കണക്ട് ചെയ്തതും കാണാം. അതായത് പുറത്തെടുക്കുന്ന ഇലക്ട്രിക് കറണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു ലാമ്പോ അല്ലെങ്കിൽ അമ്മീറ്ററോ ഗാൽവനോമീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഫിഗറിൽ നമ്മൾ ലാമ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ആർമേച്ചർ കറങ്ങുമ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് പോൾസിനിടയിൽ കറങ്ങുമ്പോൾ അവിടെയുള്ള കാന്തിക ഫ്ലക്സിനെ മാഗ്നറ്റിക് ഫ്ലക്സിനെ അത് വിച്ഛേദിക്കുന്നു. അതിനനുസരിച്ച് അവിടെ ഒരു EMF ഉണ്ടാകുകയും ആ EMF സ്ലിപ്പിംഗ് റിങ്സും ഗ്രാഫൈറ്റ് ബ്രഷും വഴി ആ ലാമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ ലാമ്പ് പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. NS എന്ന് പറയുന്ന രണ്ട് മാഗ്നറ്റിക് പോൾസിനിടയിൽ ആർമേച്ചർ കറങ്ങുമ്പോൾ അവിടെയുള്ള കാന്തിക ഫ്ലക്സിനെ വിച്ഛേദിക്കുകയും അതിനനുസരിച്ച് അവിടെ ഒരു EMF ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ EMF സ്ലിപ്പിംഗ് റിങ്സും ഗ്രാഫൈറ്റ് ബ്രഷും വഴി ലാമ്പിലേക്ക് എത്തുകയും ലാമ്പ് പ്രകാശിക്കുകയും ചെയ്യുന്നു. അടുത്തത് തെർമോകപ്പിൾ. Thermocouple. If two dissimilar pieces of metals are twisted together and it's joined and is heated in a flame, then the potential difference or voltage induced across the ends of the wires
സച്ച് എ ഡിവൈസ് ഈസ് നോൺ ആസ് തെർമോകപ്പിൾ. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും, രണ്ട് ഡിസ്സിമിലർ ആയിട്ടുള്ള മെറ്റൽ പീസസ്, അതായത് രണ്ട് വയറുകൾ തമ്മിൽ ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ജോയിൻ ചെയ്ത എൻഡ് ഒരു ഫ്ലെയിമിന് നേരെ കാണിച്ച് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്. ആ വോൾട്ടേജ് നമുക്ക് ആ രണ്ട് വയറിനിടയിലായിട്ട് ഉണ്ടാവുന്ന ആ വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്, അതാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. തെർമോകപ്പിൾ ഈസ് യൂസ്ഡ് ടു മെഷർ വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് ഫർണസസ്. തെർമോകപ്പിൾ യൂസ് ചെയ്യുന്നത് ഫർണസിൻ്റെ ഒക്കെ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നുകൂടെ പറയാം, രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ പീസസ് അല്ല രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള വയറുകൾ ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്ത് ആ ജോയിൻ ചെയ്ത എൻഡ് ഫ്ലെയിമിന് നേരെ കാണിച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവുന്നു. ഇതാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഇലക്ട്രിസിറ്റിയെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, രണ്ടാമത്തത് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി cannot be transmitted from one place to another. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്ത തരം ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റി വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ഉപയോഗത്തിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് എന്ന വേർഡിൻ്റെ അർത്ഥം ഒഴുക്കില്ലാത്തത് എന്നാണ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഒഴുകുന്നില്ല, ഉണ്ടായ ആ ഒരു പ്ലേസിൽ തന്നെ നിലനിൽക്കുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഗ്ലാസ് റോഡ് സിൽക്ക് തുണിയിൽ കുറേ നേരം റബ്ബ് ചെയ്യുക. അതിനുശേഷം ചെറുതായി മുറിച്ചിട്ട പേപ്പർ പീസിൻ്റെ അടുത്തേക്ക് വെച്ചാൽ ആ പേപ്പർ പീസ് ഈ ഗ്ലാസ് ട്യൂബിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് കാണാം. ഇതിന് കാരണം അവിടെ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഇലക്ട്രിസിറ്റി, ഒഴുക്കില്ലാത്ത ഇലക്ട്രിസിറ്റി, അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അടുത്തത് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി which can be transmitted from one place to another is called dynamic electricity. This type of electricity can be produced by cells, batteries, generator, alternators, etc. ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റിയാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ബാറ്ററിയിലും സെല്ലിലും ജനറേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റിയെ നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് പ്രധാനമായും രണ്ട് ടൈപ്പായിട്ടാണ് ഉള്ളത്. ഡയറക്റ്റ് കറണ്ടും പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും. അതിൽ ഡയറക്റ്റ് കറണ്ട് എന്താണെന്ന് നോക്കാം. ഇൻ ഡയറക്റ്റ് കറണ്ട്, ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട് ഡസ് നോട്ട് ചേഞ്ച്. ദ സ്റ്റഡി കറണ്ട് ഫ്ലോ വിൽ ബി ഫ്രം ദി പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഡയറക്റ്റ് കറണ്ട് അഥവാ നേർധാര വൈദ്യുതി, ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് DC എന്ന് പറയാം. ഈ ഡയറക്റ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ഷനിലോ മാഗ്നിറ്റ്യൂഡിലോ ചേഞ്ച് ഇല്ലാത്ത തരം കറണ്ടിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. താഴെയുള്ള ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ മനസ്സിലാകും, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യുന്നില്ല. ഡയറക്റ്റ് കറണ്ട് എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് മാത്രമേ ഫ്ലോ ചെയ്യുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബാറ്ററിയുമായി ഒരു LED കണക്ട് ചെയ്യുക. LED കണക്ട് ചെയ്യുമ്പോൾ
എൽ ഇ ഡിയുടെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും എൽ ഇ ഡിയുടെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായും കണക്ട് ചെയ്താൽ മാത്രമേ എൽ ഇ ഡി കത്തുകയുള്ളൂ. ഇതിനു കാരണം ബാറ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡി സി കറണ്ടാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ഇതിന് എക്സാമ്പിൾസ്, ഡി സി കറണ്ടിന് എക്സാമ്പിൾസ് സെൽസ്, ബാറ്ററീസ്, ഡി സി ജനറേറ്ററൊക്കെ നമുക്ക് ഡി സി കറണ്ട് നൽകുന്നവയാണ്. അടുത്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ബോത്ത് ദി ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട് വിൽ ബി ചേഞ്ചിങ് അറ്റ് ഡെഫിനിറ്റ് ഇൻ്റർവൽ ഓഫ് ടൈം. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പ്രതിധാര വൈദ്യുതി, ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് എ സി എന്ന് പറയാം. ഇത് ഫ്ലോ ചെയ്യുന്നത്, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡിനും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത്. സമയത്തിനനുസരിച്ച്, ഒരു പ്രത്യേക സമയത്തിനനുസരിച്ച് ഇതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡിനും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കറണ്ടിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. The current flow will be from the phase terminal to neutral terminal. ഇവിടെ കറണ്ട് ഫേസ് ടെർമിനലിൽ നിന്നും ന്യൂട്രൽ ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ടൈമിനനുസരിച്ച് ഇവിടെ വോൾട്ടേജും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിത്രത്തിലെ ഈ കാണിച്ചിരിക്കുന്ന ഒരു സിഗ്നലിനെയാണ് നമ്മൾ എ സി വേവ് എന്ന് പറയുന്നത്. നമുക്ക് KSEBയിൽ നിന്ന് വീട്ടിലേക്ക് കിട്ടുന്ന സപ്ലൈ എന്ന് പറയുന്നത് എ സി ആണ്. ഇതിൻ്റെ നോർമൽ ഫ്രീക്വൻസി 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. അടുത്തത് ഇലക്ട്രിക്കൽ ടേംസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. അടുത്തത് നമ്മൾ കുറച്ച് ഇലക്ട്രിക്കൽ ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട് ഇൻ എനി കണ്ടക്ടർ is equal to the quantity of electrical charge that flows across any section of it in 1 second. അതായത് ഒരു കണ്ടക്ടറിലെ കറണ്ട് ആ കണ്ടക്ടറിലെ ഒരു സെക്ഷൻ അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരു കണ്ടക്ടറിലെ കറണ്ട് ആ കണ്ടക്ടറിലെ ഒരു സെക്ഷന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. അതായത് I is equal to Q by T. I is equal to Q by T. ഇവിടെ I എന്ന് പറയുന്നത് ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്തു പോകുന്ന കറണ്ടും Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജും T ടൈമുമാണ്. I is equal to Q by T എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ ഇക്വേഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കാം. Quantity of electric charge Q equal to I into T. Quantity of electric charge Q equal to I into T. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റിയെ ഒന്ന് ഡിഫൈൻ ചെയ്തു നോക്കാം. ഒരു നിശ്ചിത ടൈമിൽ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ചാർജുകളുടെ എണ്ണമാണ് ഇലക്ട്രിക് കറണ്ട്. ഒന്നുകൂടെ പറയാം, ഒരു നിശ്ചിത ടൈമിൽ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ചാർജുകളുടെ എണ്ണമാണ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്, അല്ലെങ്കിൽ ആംപിയർ സെക്കൻഡ്. ഇവിടെ ഇതിൻ്റെ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്, അല്ലെങ്കിൽ ആംപിയർ സെക്കൻഡ്. ബിഗ്ഗർ യൂണിറ്റ് ആവശ്യമുള്ളിടത്ത് നമ്മൾ ആംപിയർ ഹവർ യൂസ് ചെയ്യുന്നു. ഒരു ആംപിയർ ഹവർ എന്ന് പറയുന്നത് 3600 ആംപിയർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 3600 കൂളംബാണ്.
അടുത്തത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF. It is the force which causes the flow of free electrons in any closed circuit due to difference in electrical pressure or potential. അതായത് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. മോട്ടീവ് എന്നാൽ പ്രേരിപ്പിക്കുക എന്നതാണ് അർത്ഥം. ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫോഴ്സ് ആണ് EMF. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇത് E എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ നമ്മൾ E എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, PD. This is the difference in electrical potential measured across 2 points of the circuit. The supply voltage is called potential difference. It is represented by V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൻ്റെ രണ്ട് പോയിന്റ്സ്, ഒരു സർക്യൂട്ടിലെ രണ്ട് പോയിന്റ്സിനിടയിൽ വരുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ആ ഒരു വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ ലെറ്റർ V കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ V കൊണ്ടാണ് ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അടുത്തത് വോൾട്ടേജ്. ഇറ്റ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു ലൈൻസ് ഓർ ഫേസ് ആൻഡ് ന്യൂട്രൽ. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വോൾട്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ട് ലൈനിൻ്റെയോ ഫേസിൻ്റെയോ ഇടയിലുള്ള പോയിന്റ്, വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ട് ലൈൻസിൻ്റെയോ അല്ലെങ്കിൽ ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ടേജ്. രണ്ട് ലൈൻസിൻ്റെയോ അല്ലെങ്കിൽ ഫേസിൻ്റെയോ ന്യൂട്രലിൻ്റെയോ ആ രണ്ടിനും ഇടയിലുള്ളതായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ടേജ്. ഇതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ നമ്മൾ ഒരു സർക്യൂട്ടിൽ പാരലലായാണ് കണക്ട് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ നമ്മളൊരു സർക്യൂട്ട് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ആ റെസിസ്റ്റൻസിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണെന്ന്. എന്താണ് ഒരു വോൾട്ട് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വെൻ എ കറണ്ട് ഓഫ് 1 ampere flows through a resistance of 1 ohm, it is said to have potential difference of 1 volt. വോൾട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ആംബിയർ കറണ്ട് ഒരു ഹോം റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറയാം. ഒരു ആംബിയർ കറണ്ട് ഒരു ഹോം റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവുന്നു. അടുത്തത് കറണ്ട്. കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് I എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എനി കണ്ടക്ടർ ഈസ് കോൾഡ് കറണ്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ I. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ I ഉപയോഗിച്ചാണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംബിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ കറണ്ട് by connecting series with the circuit.
നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അമ്മീറ്റർ ആണ്. നേരത്തെ പറഞ്ഞിരുന്നു വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നു. എന്നാൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അമ്മീറ്റർ ആണ്. അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ്. It is the property of substance to oppose the flow of electric current through it is called resistance. Symbol R. അതായത് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയെയാണ് നമ്മൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, അതാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ആർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്, ക്യാപിറ്റൽ ആർ കൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഹോം ആണ്. ഇത് നമ്മൾ ഹോമിന്റെ സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ഹോം എന്താണെന്ന് നോക്കാം. ഒരു ഹോം എന്ന് പറയുന്നത് ഇഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ടു എൻഡ്സ് ഓഫ് കണ്ടക്ടർ ഈസ് 1 volt and current through it is 1 ampere, then the resistance of the conductor is 1 ohm. ഒരു കണ്ടക്ടറിന്റെ രണ്ട് എൻഡിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടും ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് 1 ആംപിയറും ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആയിരിക്കും. ഒരു കണ്ടക്ടറിന്റെ രണ്ട് എൻഡിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടും അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് 1 ആംപിയറും ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് 1 ഓം ആണ്. ഓം മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അടുത്തത് ലോസ് ഓഫ് റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന പ്രതിരോധം, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് താഴെ പറയുന്ന കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് വൺ, ആർ പ്രപ്പോർഷണൽ ടു എൽ. ആർ പ്രപ്പോർഷണൽ ടു എൽ. ഇവിടെ ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസും എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കണ്ടക്ടറുമാണ്. ആർ പ്രപ്പോർഷണൽ ടു എൽ എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിലുള്ള റെസിസ്റ്റൻസ് ആ കണ്ടക്ടറിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ പ്രതിരോധവും കൂടുന്നു. ആർ പ്രപ്പോർഷണൽ ടു എൽ. നെക്സ്റ്റ്, ആർ പ്രപ്പോർഷണൽ ടു 1/A. ഇവിടെ എ എന്നത് കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇവിടെ എ എന്നത് കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആർ എന്നത് റെസിസ്റ്റൻസുമാണ്. ആർ പ്രപ്പോർഷണൽ ടു 1/A എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ഇവിടെ ഏരിയ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയുകയും ഏരിയ കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യുന്നു. അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. അടുത്തൊരു ഫാക്ടർ, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടെമ്പറേച്ചർ. ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്തിനേയും കൂടി ആശ്രയിച്ചിരിക്കുന്നുണ്ട്? ആ കണ്ടക്ടറിന്റെ മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്ത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസും കൂടുന്നുണ്ട്. പിന്നെ ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. പിന്നെ ആ കണ്ടക്ടർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്, പിന്നെ ആ കണ്ടക്ടറിന്റെ അപ്പോഴുള്ള ടെമ്പറേച്ചറും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ആർ പ്രപ്പോർഷണൽ ടു എൽ, ആർ പ്രപ്പോർഷണൽ ടു 1/A. ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? ആർ പ്രപ്പോർഷണൽ ടു L/A എന്ന് മനസ്സിലാക്കാം. ആർ പ്രപ്പോർഷണൽ ടു
L/A അല്ലെങ്കിൽ R പ്രപ്പോർഷൻ R ഈക്വൽ ടു റോ ഇൻറ്റു L/A. R ഈക്വൽ ടു റോ ബൈ R ഈക്വൽ ടു റോ ഇൻറ്റു L/A. ഇവിടെ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ്. ഇവിടെ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ്. നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ദി കറണ്ട് ഇറ്റ് പാസ്ഡ് ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ദി യൂണിറ്റ് ക്യൂബ് ഓഫ് ദി മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ മെറ്റീരിയലിൻ്റെയും സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സ്പെസിഫിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഹോം മീറ്ററിലും അല്ലെങ്കിൽ മൈക്രോ ഹോം മീറ്ററിലോ ആണ്. ഹോം മീറ്ററിലോ അല്ലെങ്കിൽ മൈക്രോ ഹോം മീറ്ററിലോ ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഈച്ച് മെറ്റീരിയൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. ഓരോ മെറ്റീരിയലിൻ്റെയും സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. കോപ്പറിൻ്റെത് 1.72 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, സിൽവർ 1.64 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, അയൺ 9.8 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, അലൂമിനിയം 2.8 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ, നിക്കൽ 7.8 മൈക്രോ ഹോം സെൻറ്റിമീറ്റർ. താങ്ക് യു.